ഈസ്റ്ററിന്റെ സ്പെഷ്യൽ എന്തൊക്കെയാ നോക്കാം. വൈകിട്ട് പള്ളിയിൽ പോകാൻ റെഡിയായി നിന്നപ്പോഴാണ് ഉണ്ടാക്കിയ വിഭവങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്താലോന്ന് വിചാരിച്ചത്. അപ്പോൾ ദേ ഇത് കണ്ടില്ലേ, ഇത് ചെമ്മീനും മാങ്ങ മുരിങ്ങയ്ക്കും കൂടെ ചേർത്തിട്ട് തേങ്ങ അരച്ച് വെച്ച നല്ല കുറുകിയ ചാറോടുകൂടിയുള്ള കറിയാണ് കേട്ടോ. ഈസ്റ്ററിനും പെരുന്നാളുകൾക്കും ഒക്കെ ഉച്ചയ്ക്കത്തെ ലഞ്ചിന് ഒഴിച്ചുകൂടാൻ പറ്റാനാവാത്ത ഒരു സ്പെഷ്യൽ ഡിഷാണിത്. അപ്പോൾ ഞാനും ഉണ്ടാക്കി നല്ല കുറുകിയ ചാറോടുകൂടിയുള്ളത്. പിന്നെ അച്ചിങ്ങ തോരൻ, എന്തെങ്കിലും ഒരു തോരൻ വേണമല്ലോ. അപ്പോൾ അച്ചിങ്ങയാണ് കിട്ടിയത്, അത് തോരനുണ്ടാക്കി. ബീഫ് വേവിച്ചതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ഞാനൊരു സ്റ്റ്യൂ ആക്കി, തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് നല്ല പഴുത്ത തക്കാളിയൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു സ്റ്റ്യൂ അങ്ങ് ആക്കി. അപ്പത്തിൻ്റെ കൂടെ കഴിക്കാമല്ലോ. അപ്പോൾ ബാക്കി ബീഫ് ഒന്ന് പെരളൻ പോലെ ആക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ എടുത്തത്. അപ്പോൾ അതേ നല്ല സ്റ്റൈലായിട്ട് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഒരു കുഴമ്പ് പരുവത്തിൽ ബീഫ് അങ്ങ് റോസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. പള്ളിയിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞു, കുർബാനയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈസ്റ്റർ എഗ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മമാരൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വന്ന ഈസ്റ്റർ എഗ്ഗാണ് കേട്ടോ. എല്ലാവരും അവരുടെ എല്ലാ കലാപരമായ കഴിവുകളും പുറത്തെടുത്തുകൊണ്ടുള്ള ഈസ്റ്റർ എഗ്ഗിൻ്റെ വിവിധ തരത്തിലുള്ള എഗ്ഗുകളാണ് നിങ്ങളീ കാണുന്നത്. അപ്പോൾ ദേ കണ്ടില്ലേ, നല്ല ഭംഗിയായിട്ടാണ്. ഇതെല്ലാം സ്കെച്ചോ ഒന്നും അല്ല കേട്ടോ, നമ്മൾ ഫുഡ് കളറാണ് ഇതെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. റിബണായിട്ടും പിന്നെ സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചും അതുപോലെ നല്ല ഗിഫ്റ്റ് റാപ്പേഴ്സൊക്കെ വെച്ച് കവർ ചെയ്തൊക്കെ എല്ലാവരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല സ്റ്റൈലായിട്ട് ഡെക്കറേറ്റ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ ഓരോ നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്. അത് ലക്കി ഡ്രോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈസ്റ്റർ എഗ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്തതിന് ശേഷം ലക്കി ഡ്രോ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, എല്ലാ അമ്മമാരും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയിലെ എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും വീട്ടിൽ എത്തിയപ്പോഴത്തേനും ഒരു 12:15 കേട്ടോ. ട്രാഫിക്കും എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേനും അത്രയായി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഡ്രസ്സൊക്കെ മാറി കിടക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ രാവിലെ എണീക്കുന്നത് പാടാണ്. മാവ് ഞാൻ നോക്കിയപ്പോൾ എന്നെ ഒന്ന് തുറന്നു വിടുമോ എന്നുള്ള രീതിയിൽ പുളിച്ച് പൊങ്ങി മൊത്തം ഇപ്പോൾ ചാടുമോ എന്നുള്ള മട്ടിലുണ്ടായിരുന്നു. അപ്പം പിന്നെ ഒന്നും നോക്കിയില്ല. അപ്പോൾ അതേ ഞങ്ങൾക്ക് കിട്ടിയ ഈസ്റ്റർ എഗ്ഗാണിത്. കണ്ടില്ലേ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ അപ്പം അങ്ങ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ഇനിയിപ്പോൾ 12:30 ആയി. ഇനിയിപ്പോൾ കിടന്നു കഴിഞ്ഞാൽ രാവിലെ എണീക്കാൻ ഭയങ്കര പാടായിരിക്കും, ക്ഷീണമായിരിക്കും. അപ്പോൾ അതേ അപ്പമൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ രാവിലെ എണീറ്റ് കഴിച്ചിട്ട് പോകാൻ എളുപ്പമാണല്ലോ, ഡ്യൂട്ടിക്ക് പോകണ്ടേ. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ബീഫൊക്കെ കൊണ്ടുപോകാനുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കാനുള്ളതൊക്കെ മാറ്റി വെച്ചു. അതിൻ്റെ ഉരുളിയൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് നല്ല ചൂട് ചോറിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഞാനെടുത്ത് മാറ്റി വയ്ക്കും. നാളെ വന്നിട്ട് ചൂടാക്കി കഴിച്ചാൽ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പമൊക്കെ റെഡിയായി. അപ്പോൾ സ്റ്റൂ ഞാൻ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കി വെച്ചു. അപ്പോൾ അതാണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിൾ. അപ്പോൾ അത് അങ്ങ് ഉരുളിയിരിക്കുന്നുണ്ടല്ലേ, അതിൻ്റെ അകത്ത് ചൂട് ചോറിട്ട് ഇറക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഈസ്റ്റർ, ബൈ.